സുന്ദൻ എന്ന അസുരനും താടക എന്ന അസുര സ്ത്രീക്കും ജനിച്ച പുത്രന്മാരായിരുന്നു മാരീചനും സുബാഹുവും. അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന സുന്ദനെ അഗസ്ത്യമുനി തന്റെ തപശക്തിയിൽ ഭസ്മമാക്കുന്നു. ഭർത്താവിന്റെ വിയോഗത്തിൽ പ്രതികാരദാഹിയായ താടക തന്റെ മക്കളായ മാരീചനെയും സുബാഹുവിനെയും കൊണ്ട് അഗസ്ത്യാശ്രമം ആക്രമിക്കുന്നു. യാഗം മുടങ്ങാതിരിക്കാൻ യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാരെ കൂടെ അയക്കണമെന്ന് വിശ്വാമിത്രൻ ദശരഥനോട് ആവശ്യപ്പെട്ടതിന് പ്രകാരം അസുരന്മാരെ നേരിടുന്ന രാമലക്ഷ്മണന്മാരിൽ രാമൻ തൊടുക്കുന്ന 2 ശരങ്ങളിലൊന്ന് സുബാഹുവിനെ നിഗ്രഹിക്കുന്നു. തന്നെ പിന്തുടരുന്ന രാമബാണത്തിൽ നിന്നും രക്ഷ നേടാൻ യാതൊരു വഴിയുമില്ലാതെ മാരീചൻ രാമന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിച്ച് രാമഭക്തനായി തീർന്നു എന്നാണ് കഥ. അങ്ങനെ മാരീചൻ രാമഭക്തനായി സമുദ്രതീരത്തെ ആശ്രമത്തിൽ കഴിയുന്ന കാലത്താണ് സീതാ അപഹരണത്തിനായി സ്വർണ്ണമാനായി വേഷം മാറി കൂടെ വരാൻ രാവണൻ ആവശ്യപ്പെടുന്നത്. രാവണന്റെ കൈകൊണ്ട് മരണപ്പെടുന്നതിലും പുണ്യം രാമബാണം ഏൽക്കുന്നതാണെന്ന് ധരിച്ച മാരീചൻ ഗത്യന്തരമില്ലാതെ സ്വർണ്ണമാനായി വേഷം മാറി സീതാദേവിയുടെ മുൻപിൽ എത്തുകയും ദേവിയുടെ ആഗ്രഹപ്രകാരം രാമനെതിരെ പിടിക്കാൻ പോവുകയും ചെയ്തു. ഒടുവിൽ അമ്പെയ്യുന്ന രാമന് മുമ്പിൽ ഹാ ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ എന്നുറക്കെ രാമനാഥത്തിൽ അലറിക്കൊണ്ട് മാരീചൻ നിലം പതിക്കുന്നു. ഈ അലർച്ച കേട്ടാണ് ലക്ഷ്മണനെ സഹായത്തിന് അയക്കുന്നതും രാവണൻ ആ നേരം സീതാപഹരണം നടത്തുന്നതും.